സഖാവ് പി ജി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വ്യാഴവട്ടക്കാലമാവുകയാണ്. അടുത്ത വർഷം മാർച്ച് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയും ആകുന്നു. പക്ഷേ പി ജി എന്നേക്കുമായി പോയി എന്ന് അംഗീകരിക്കാൻ മലയാളത്തിൻ്റെ മനസ്സ് കൂട്ടാക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിന് കാരണം അദ്ദേഹം അത്രമേൽ ഗാഢമായി നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ കടന്നു വരുന്ന തലമുറകളെയും ആ ആശയപ്രപഞ്ചം സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പി ജി നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ദിശാബോധം നൽകിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രീയ സോഷ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ ചിന്തകളെയും നിലപാടുകളെയും പി ജി രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മാറിവരുന്ന സാഹചര്യങ്ങളിലും മാറിവരുന്ന കാലങ്ങളിലും അതിന് പ്രസക്തിയുണ്ടാവും. പുതിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിന് സമാനമായ സാഹചര്യങ്ങളെ പി ജി അനുവർത്തിച്ച രീതികൾ എന്താണ് എന്ന് നോക്കുന്നത് സഹായകമാകും. അത് ചിന്തക്ക് കൂടുതൽ തെളിച്ചം പകരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ഒരു വർഷം നീളുന്ന പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പി ജി കേവലമൊരു മാർക്സിസ്റ്റ് ചിന്തകനോ എഴുത്തുകാരനോ പ്രഭാഷകനോ മാത്രമായിരുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ പടവുകളിലേക്കും പടർന്നു കയറുകയും അവിടങ്ങളിലെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു പി ജി. മാർക്സിൻ്റെ പ്രശസ്തമായൊരു വാക്യം, മനുഷ്യന് അന്യമാകാത്തവയൊന്നും എനിക്കന്യമല്ല. ഇതേ ചിന്തയിലാണ് പി ജിയും സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിച്ചത്. പി ജി എന്തൊക്കെയായിരുന്നു എന്നാലോചിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വരിക മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, പ്രഭാഷകൻ, പത്രാധിപർ, അധ്യാപകൻ, ഈ ഉത്തരങ്ങളാണ്. എന്നാൽ വിശേഷണങ്ങൾ അവിടെ തീരുന്നില്ല. പി ജി CPIM നേതാവായിരുന്നു, ഗവേഷകനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനും വിമർശകനുമായിരുന്നു, ചരിത്ര പണ്ഡിതൻ, കലാതത്വചിന്തകൻ, ശാസ്ത്രചിന്തകൻ. ഈ നിലകളിലും അദ്ദേഹം സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകി. പരിസ്ഥിതിവാദി, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വിവർത്തകൻ, ഗ്രന്ഥശാലാ പ്രവർത്തകൻ, ഭൂഭാഷാ പണ്ഡിതൻ, നിയമസഭാ സാമാജികൻ, ചലച്ചിത്ര പ്രവർത്തകൻ. ഇങ്ങനെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ ഏത് മേഖലയെടുത്താലും അവിടെയൊക്കെ പി ജി എന്ന രണ്ടക്ഷരത്തിൻ്റെ തെളിച്ചം കാണാം. ഇത്രയേറെ മണ്ഡലങ്ങളിൽ ഒരു ജീവിതം കൊണ്ട് വ്യാപരിച്ച
എത്ര വ്യക്തിത്വങ്ങളുണ്ട് എന്നാലോചിക്കുമ്പോഴാണ് പി ജിയുടെ വ്യക്തിത്വത്തിൻ്റെ അസാധാരണത്വം നമുക്ക് തെളിഞ്ഞു കിട്ടുക. അന്റോണിയോ ഗ്രാംഷി തൻ്റെ ജയിൽ കുറിപ്പുകളിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. പി ജി അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു ഓർഗാനിക് ഇൻ്റലക്ച്വലായിരുന്നു. സിദ്ധാന്തവും പ്രയോഗവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉൾക്കാഴ്ചയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, അവ പ്രായോഗിക സാമൂഹിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുക കൂടി ചെയ്തു. 86-ാം വയസ്സിലാണ് പി ജി വിട പറയുന്നത്. മരണം വരെ പാർട്ടിയോട് അചഞ്ചലമായ കൂറു പുലർത്തിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സംഘടനാപരമായ ചില നടപടികൾ നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹം കറകളഞ്ഞ മാർക്സിസ്റ്റായി നിലയുറപ്പിച്ചു. വ്യക്തിക്കതീതമായി സംഘടനയ്ക്ക് കീഴ്പ്പെടണമെന്ന ആർജവമുള്ള കമ്മ്യൂണിസ്റ്റ് ബോധം അദ്ദേഹം ജീവിതത്തിലുടനീളം വെച്ചു പുലർത്തി എന്നർത്ഥം. സമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കല്ലും മുള്ളും നിറഞ്ഞ പ്രവർത്തന പാതയിലേക്ക് കടന്നു വന്നത്. തൻ്റെ മാത്രം ജീവിതം ഭദ്രമായാൽ പോരാ, സമൂഹത്തിൻ്റെ ആകെ ജീവിതം ഭദ്രമാകണമെന്ന ചിന്തയാണ്, ആ ചിന്തയാൽ നയിക്കപ്പെട്ടതുകൊണ്ടാണ് പി ജി അങ്ങനെ ചെയ്തത്.